1299 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ആയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇൻ TWS ആണ് ബോട്ട് എയർഡോപ്സ് 100. 1299 രൂപയായിരുന്നെങ്കിലും അത് 1399 മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറും നോർമൽ റേറ്റും 100 രൂപ വ്യത്യാസത്തിൽ എന്താ പറയുക, അതൊരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കൂട്ടാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 300-500 രൂപയ്ക്ക് അകത്ത് എന്തായാലും സ്പെഷ്യൽ ലോഞ്ച് ഓഫർ തരണമായിരുന്നു. പൊതുവേ നമുക്ക് സ്മാർട്ട് വാച്ചുകളിലൊക്കെ പലതും 1000 രൂപ ഡിഫറൻസിലാണ് ഈ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ 1299 എന്ന് പറയുന്നത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറേ അല്ല. 999 ആയിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ലോഞ്ച് ഓഫർ എന്ന് പറയായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1500 രൂപ ബജറ്റിൽ നമുക്കൊരു ഹാഫ് ഇൻ TWS വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ എയർഡോപ്സ് 100 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമെന്ന് മനസ്സിലാവും. കൂടാതെ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോഴത്തേക്ക് 2 പ്രോഡക്റ്റ് ഉള്ള ഒന്ന് ബോട്ട് എയർഡോപ്സ് 131 അതുപോലെ തന്നെ എയർഡോപ്സ് 100 2 ഹാഫ് ഇൻ TWS ഇതിലേത് വാങ്ങിച്ചാലായിരിക്കും നമുക്ക് കുറച്ച് വർത്ത് ബൈങ് ആകാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് എയർഡോപ്സ് 100. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്ട് ആണ്. കൂടാതെ മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് ബോട്ടിന്റെ ലോഗോ ഉണ്ട്, തൊട്ടടിയിലായിട്ട് LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും റീസെറ്റ് ബട്ടണും കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 320 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് ഇട്ടിട്ടുണ്ട്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന്. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ 50 മണിക്കൂർ കാണിക്കും. അതായത് 40 hours കേസിലും 10 മണിക്കൂർ ഇയർബഡിലും അങ്ങനെ കൂട്ടിയിട്ടാണ് ആക്ച്വലി 50 മണിക്കൂർ ചെയ്യുന്നത്. അത് നമ്മളൊരു 60% വോളത്തിൽ ഇട്ടാലേ ഈ ഒരു കമ്പനി പറഞ്ഞ പ്ലേ ടൈം നമുക്ക് കിട്ടത്തുള്ളൂ. അത് വേറെ കാര്യം കേട്ടോ. ഇനി കേസിന്റെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലിഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അവിടെയൊന്നും വലിയ പ്രശ്നമില്ല. അതായത് ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റി അല്ല, ഭയങ്കര ഒരു ലോ ലെവലും അല്ല, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയം. എന്തായാലും 1399 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു എന്താ പറയുക ലിഡ് ക്വാളിറ്റി ഒക്കെ വർത്താണ്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പേര് തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. കാരണം ഇതിനകത്ത് ഇൻസ്റ്റാ വേക്കൻ പേ ടെക്നോളജി ഉണ്ട്. ഇനി TWSയിലേക്ക് വരുവാണെങ്കിൽ പൊതുവേ നമുക്ക് 131 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ആ ഒരു ഡിസൈൻ അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന മറ്റുള്ള ബ്രാൻഡുകളിലാണെങ്കിൽ പോലും TWSയിൽ കാണുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട്, ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. പിന്നെ ഈ ഒരു സ്റ്റെമ്മിന്റെ ഏറ്റവും പിറകിലത്തെ ഭാഗം മാത്രമാണ് ആ ഒരു മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ളത്. എന്താ പറയുക, ഏറ്റവും മുകളിലായിട്ട് LED ഇൻഡിക്കേറ്ററും ബോട്ടിന്റെ ലോഗോയും കൂടാതെ മൈക്കോ കാണാം. ബോട്ടിന്റെ ലോഗോയുടെ ഭാഗത്താണ് നമുക്ക് ആ ഒരു ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞത്. 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡും നമുക്ക് ലഭ്യമാകുക. കൂടാതെ 40 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അപ് ടു 10 hours കമ്പനി അവകാശപ്പെടുന്നുണ്ട് ആ ഒരു സിംഗിൾ പ്ലേ ടൈം. അതും നേരത്തെ പറഞ്ഞ പോലെ 60% നമ്മൾ പാട്ട് കേട്ടാൽ മാത്രമേ 10 മണിക്കൂർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് 8ലോ 6ലോ ഒക്കെ പോകാനായിട്ടും ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിന്റെ ലോഗോ ഉണ്ടോ, ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ടച്ച് സെൻസേഴ്സ് ഉള്ളത്. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് വലതിൽ ചെയ്യുവാണെങ്കിലാണ് ഇതിനകത്തുള്ള 50 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആകുന്നത്, ബീസ് മോഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ബീപ്പ് സൗണ്ട് കേട്ടിട്ട് നമ്മുടെ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ഇനി വെയറിംഗ് കംഫർട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. ഒരിക്കലും അങ്ങോട്ട് യാതൊരുവിധ ഡിസ്കംഫർട്ടും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഇതിന്റെ ഈ ഒരു ഓവിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇയർ പെയിൻ എടുക്കുന്നു, അതുപോലെ തന്നെ ഭയങ്കര ഡിസ്കംഫർട്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ അങ്ങനെ ഒന്നും തന്നെ തോന്നിയിട്ടില്ല ഇതുവരെ. പൊതുവേ എന്താ പറയുക, ഈ ഒരു ഇയർ സൈസ് ഡിപ്പെൻസ് ആണ് ആക്ച്വലി നമുക്ക് ഡിസ്കംഫർട്ടും അതുപോലെ തന്നെ ഇയർ പെയിനും ഒക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അതെന്തായാലും നിങ്ങൾക്ക് അതങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നോർമലി ഏതൊരു പ്രോഡക്റ്റും എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും പെർഫെക്റ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഇതുപോലെ ഡിസ്കംഫർട്ട് ഉണ്ടാവാം. ഹാഫ് ഇൻ ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നിയർ പോലെ നമുക്ക് ഭയങ്കര കംഫർട്ട് ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോട്ടുമാണത് എന്ന് വെച്ചാൽ ഊരിപ്പോവോ ഇതിനകത്ത് ഇയർ ടിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഊരിപ്പോവോ എന്നുള്ളത്. പക്ഷേ ഊരിയൊന്നും പോകത്തില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും ഓടിയും ചാടിയൊന്നും നോക്കിയില്ല. അതർവൈസ് എനിക്ക് എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയുടെ അകത്തിരിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആണ്, എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് എയർഡോപ്സ് 100 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. സ്ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്കുകളുണ്ട്.
രണ്ട് മൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻഡോറിനകത്ത് നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ഒരു പെർഫെക്റ്റ് ആയിട്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 100% AAC കോഡൊക്കെ ഇട്ടിട്ട് പാട്ടുകൾ കേൾക്കാൻ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ല കേട്ടോ. അത് നമ്മൾ ഏത് ടൈപ്പിലുള്ള പാട്ടുകൾ കേട്ടാൽ പോലും അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു 50%-ലൊക്കെ പാട്ട് കേൾക്കണം, അതായത് മിഡിലൊക്കെ ഇട്ടിട്ട് കേൾക്കുവാണെങ്കിൽ ഭയങ്കര ലോ എന്ന് വെച്ചാൽ ഭയങ്കര ലോ ആണ്. രാത്രി ആരും ഇല്ലാത്ത സമയത്ത് ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് ചിലപ്പോൾ 50%-ലൊക്കെ നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നല്ല ലൗഡായിട്ട് കേൾക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അതർവൈസ് ഉറപ്പായിട്ടും ഇത് 50%-ലൊന്നും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഒരു 80-90 ആണ് കേട്ടോ ചില പാട്ടുകളിൽ നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്നത്. ചിലത് നമുക്ക് 100% തന്നെ കേൾക്കണം. ഇപ്പൊ മെലോഡിയസ് ആയിട്ടുള്ള വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് 100% ഇടേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ മാലിക്കില തീരം എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് 100% കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില പാട്ടുകൾ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു 80-90% ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് അത്യാവശ്യം നല്ല ലൗഡായിട്ട്. എന്തായാലും 100% ഇട്ടാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഭയങ്കര എൻഹാൻസ്ഡ് ഇതിൽ പ്രതീക്ഷിക്കേണ്ട, കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു ഹാഫ് ഇനിയർ TWS ആണ്. കൂടാതെ എന്താ പറയുക, അങ്ങനെ ബേസും അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടും ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല ഈ ഒരു ഹാഫ് ഇനിയർ TWS വാങ്ങിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ളവരെ വാങ്ങിച്ചാൽ കേട്ടോ. നിങ്ങളൊരു ബേസ് ലവറാണ്, നിങ്ങൾക്ക് ഭയങ്കര രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടണം, അതുപോലെ തന്നെ നല്ല വോളിയം ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹാഫ് ഇനിയർ TWS വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ബോട്ടിൻ്റെ എന്നുള്ളതല്ല, ഏത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അത്യാവശ്യം എന്താ കുറച്ച് ലൗഡായിട്ടുള്ളത് മതി, പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ച് ഒന്ന് ബേസ് കിട്ടിയാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പിന്നെ ഒരു ഹാഫ് ഇനിയർ TWS അത് വേണമെങ്കിൽ ഇതിലേക്ക് പോകുന്നതിൽ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഇല്ല. ഒരു വർഷം നമുക്കതിന് വാറന്റി ഉണ്ട്. ഇനി നമ്മുടെ ബീസ് മോഡ് 50 ms ലോ ലേറ്റൻസി PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആവുന്നു നോക്കാം. അപ്പോൾ ഞാൻ ഗൺ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പൊടിക്ക് ആക്ച്വലി ഒരു 0.5 സെക്കൻഡ് ഡിലേ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് എന്തായാലും ഡിലേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് PUBG കളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും, പക്ഷേ ചെറിയ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ ചെറിയൊരു 0.5 സെക്കൻഡ് ഡിലേ നമുക്ക് കിട്ടുന്നുള്ളതിൽ വേറൊരു സംശയമില്ല കേട്ടോ. ഈ ഒരു 50 ms എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്നതെന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരു 85 അല്ലെങ്കിൽ 65 ഒക്കെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ബീസ് മോഡ് ഓൺ ആക്കിയിട്ട് PUBG കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് കിട്ടി കേട്ടോ. പക്ഷേ യൂട്യൂബ് വീഡിയോസ് കാണാനോ അതല്ല നമ്മുടെ ഇന്ത്യൻ എക്സ്റ്റേണൽ പ്ലെയറിലുള്ള വീഡിയോസ് കാണുമ്പോഴത്തേക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ബീസ് മോഡ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ 1399 നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 999 നമ്മൾ ഇത് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു 999 മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഗെയിമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റും. മൈക്ക് ക്വാളിറ്റി പിന്നെ നിങ്ങൾ കേട്ടല്ലോ, അതുമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 999 വർത്താണ്. എന്നാൽ 1399 ഇത് വാങ്ങിക്കണമോ വേണ്ടയോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. ഇനി അതല്ല 1299 പോലും നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. ഇനി അതല്ല 131 വാങ്ങിക്കണോ നമ്മുടെ ഈ ഒരു 100 വാങ്ങിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഈ ഒരു 100 തന്നെയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ബീസ് മോഡ് ഉണ്ട്, കൂടാതെ മോർ പ്ലേ ടൈമും ഉണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, കൂടാതെ അതുപോലെ തന്നെ ബേസും കുറച്ച് ഡോമിനേറ്റ് ആണ്. മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഈ ഒരു 100 എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കേട്ടോ. കാരണം ഈ ഇടയ്ക്ക് നമ്മുടെ എയർഡോപ്സ് 131 ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്രയ്ക്കും ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ അത്രയ്ക്കും ഒരു ക്വാളിറ്റി അവിടെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ 131 വേണോ എയർഡോപ്സ് 100 വേണോ നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഈ ഒരു എയർഡോപ്സ് 100 തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് എയർഡോപ്സ് 100 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമൻസും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ തന്നെയാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ മുന്നോട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.